ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് ഒരു തട്ട് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റേഷൻ കടയിലത്തെ അരി കൊണ്ട് മാത്രമല്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ അരി കൊണ്ട് ഇതുപോലെ തന്നെ തട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ തട്ട് ദോശ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ തട്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പുഴുക്കല്ലരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് വൈറ്റ് റൈസ് അല്ലെങ്കിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് റേഷൻ കടയിൽ നിന്നും കിട്ടിയിട്ടുള്ള അരി കൊണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരിയോ പച്ചരിയോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം, പുഴുക്കല്ലരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു 1/4 കപ്പ് ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിടണം. അപ്പം ഞാൻ എൻ്റെ ഇഡ്ഡലിയുടെ ബാറ്റർ റെഡിയാക്കണതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം. നമ്മളിത് ഒരു പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് വെക്കണം. ഈ വെള്ളത്തിലാണ് നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കണത്. അതുകൊണ്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. ഇപ്പം ഞാനൊരു 3.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് പോരായി ഉണ്ടെങ്കിൽ അപ്പോൾ വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. സാധാ പച്ചവെള്ളം തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ അരി നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകി ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് കഴുകിയിട്ട് ഉഴുന്നിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവ ഇവിടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ദോശയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 4-5 മണിക്കൂറിന് ശേഷം അരയ്ക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉഴുന്നിലത്തെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഉഴുന്ന് കുതിർത്തത് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു ബാച്ചോ 2 ബാച്ചൊക്കെ ആയിട്ട് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ കുറേ വെള്ളത്തിൽ അരയ്ക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് നല്ല സ്മൂത്തായിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ച ഉഴുന്ന് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ അരി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അടുത്ത ബാച്ച് അരിയും കൂടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബബിൾസൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം ഞാൻ മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൽ തന്നെ മാവ് ഇരുന്ന പൊന്തി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് ഇത് വീറാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ രാത്രിയാണ് ചെയ്യണത്. അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടാവും. മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ച് ഫെർമെൻറ്റേഷൻ ആവാനായിട്ട് വെക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാവ് പൊന്തി വരുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ വേറി വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുള്ള മാവും കൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് എല്ലാതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് തട്ടുദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് വട്ടത്തിലുള്ള തട്ടുദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് കനത്തിൽ തട്ടുദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ ഹോൾസൊക്കെ വന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള തട്ടുദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.